നിഷേധിക്കരുത്. അവർ ഔലിയ ആണെന്ന് കൃത്യമാക്കണം. എന്നിട്ട് അവർക്ക് ലൈറ്റ് അടിച്ചൊക്കെ നടക്കരുത്. CM-ന്റെ കതിറിച്ച് പഠിക്കണ്ട. CM-ന്റെ കതിർ പഠിക്കാൻ നിനക്ക് കഴിയൂല. എന്തുകൊണ്ട്? അലാ ഇന്ന ഔലിയ അല്ലാഹി. CM ഉമ്മത്ത് മുഹമ്മദ് അല്ലേ, മറ്റൊരു മത്തായിന്റെ വിഷയനല്ലേ. എന്റെ വീക്ഷണപ്രകാരം CM ആരാ? ഉമ്മത്ത് മുഹമ്മദ് അല്ലേ. ആ മനുഷ്യന്റെ വലിയാണെങ്കിൽ കഴിവത്ര ഇരിക്കും. അവർക്ക് വേണ്ടി, ആ കിടക്കുന്ന ആളുകൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല സൂര്യനെ മാറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ എടാ CM-ന് വേണ്ടി എന്തൊക്കെ അല്ലാഹു മാറ്റും. അതിക്ക് ലൈറ്റ് അടിച്ച് നോക്കാൻ ഇജ്ജ് നടക്കണ്ട. നിനക്ക് അതിനെപ്പറ്റി അറിയില്ലടേ. ഞങ്ങൾ എന്തിനാണ് അവർ ലൈറ്റ് അടിച്ച് നോക്കുന്നത്? മൂസാ നബിക്ക് വരെ ഔലിയാക്കൾ ചെയ്ത് തിരിയില്ലെങ്കിൽ പിന്നെ എനക്ക് തിരിയോ? അന്തങ്ങമ്മിയെ, എൻ്റെ കിതാബ് നോക്കിയിട്ട് എങ്ങനെയാണ് ഔലിയാക്കളെ വ്യാഖ്യാനിക്കുന്നത്? ഇതൊക്കെ പഠിക്കാൻ വേണ്ടി ലോകാവസാനത്തിൽ ഇവിടെ പല ബാഹ്യരായ ആളുകളും ഔലിയാക്കന്മാർക്കെതിരെ സംസാരിക്കുമ്പോൾ അവർക്ക് കണ്ണ് തുറക്കാൻ വേണ്ടിയുള്ള സൂറത്താണ് ഏത്? ഇപ്പൊ ഔലിയാക്കന്മാർക്കെതിരെ സംസാരിക്കുന്ന ഏറ്റവും വലിയ വിഭാഗം സുന്നി മൂല്യന്മാരാണ്. അവർക്ക് അല്ലാഹു കണ്ണ് തുറക്കാൻ വേണ്ടി കൊടുത്ത സൂറത്താണ് എന്ത്? അതാ നിന്റെ ഫത്തുൽ മുഈനിന് നേരെ എതിരും ആര് ചെയ്യാം? അവരെ ശരീഅത്തിൽ വേറെ ഇരിക്കും. അതാ ശരീഅത്ത്. ഞങ്ങൾ സൂര്യനെ മാറ്റി ഔലിയാക്കന്മാർക്ക് വേണ്ടി മാറ്റി നടത്തിയ പഠിച്ചോ എന്റെ വേറെ ശരീഅത്തിന് കൊടുത്തൂടെ? നിന്റെ ഈ അമ്ന് ഈ ലോകത്തെ നിർഭയത്വം പരലോകത്തെ നിർഭയത്വം ഈ സ്പിരിച്വൽ കേവ്സുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ അതിന് കള്ളത്തരം നല്ലോണം നടക്കും. അത് നല്ലോണം ശ്രദ്ധിക്കണം. എന്നാ നാശാക്കാനത് മതിയാവും, എന്നെ തകർക്കാനോ ഈമാൻ കളയാനും എന്റെ കുടുംബം തകർക്കാനോ മതിയാവും. അല്ലാഹു തആല നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. പക്ഷെ ഈ സാധനം നിർബന്ധമാണ്. ഇത് അവൽ ഫിത്യത്തു, അഭയം തേടണം. ആ യുവാക്കൾ അഭയം തേടിയപ്പോൾ അപ്പൊ അഭയം തേടുക എന്നത് നിർബന്ധമാണ്. അഭയം ഉണ്ടായാലോ ഖുർആൻ തന്നെ അഭയം കൊടുക്കാവുന്നവരെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഖുർആനിലെ അഭയം കൊടുക്കാവുന്നവരെ പറഞ്ഞിട്ടുണ്ടല്ലോ. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവർക്ക് പേടിയുമില്ല ദുഃഖവുമില്ല. അപ്പൊ കേവ്സ് വരന്നെ ആദ്യം അവർക്കത് വേണല്ലോ. നിങ്ങളിന്റെ കൂടെ അല്ല, നിങ്ങൾക്ക് പേടിയുണ്ട്. അപ്പൊ നിങ്ങൾ ആരെടുത്താ പോണ്ട്? പേടിയില്ലാത്തവർക്ക് പോകണം. അപ്പൊ നിങ്ങൾക്ക് എന്തുണ്ട്? എന്നിട്ട് അതിനുള്ളിൽ നിങ്ങൾ കയറി നിങ്ങൾക്ക് എന്തുണ്ടാവില്ല? പേടി ഉണ്ടാവില്ല. നിങ്ങൾ എന്നെ പേടിച്ച് മറ്റേ ഔലിയാപ്പാപ്പ എന്നെ പേടിച്ച് വർഷിക്കുക. അങ്ങനെയാണെങ്കിൽ പിന്നെ അവിടെ പോയിട്ട് കാര്യമില്ല. യഥാർത്ഥ വലിയാണെങ്കിൽ വലിയ എന്തുണ്ടാവില്ല? അലാ ഇന്ന ഔലിയാ അല്ലാഹി. ഈ ആയത്തിന് മറ്റൊരു വിശദീകരണമാണത്. ഇത് അവൽ ഫിത്യത്തു. ഈ ഫിത്യത്ത് അഭയം തേടുകയാണ്. അഭയം തേടുക ഭയമില്ലാത്ത അവസ്ഥയിലെത്തണം. അതിന് ഭയമില്ലാത്ത അവസ്ഥയിലുള്ള ആളുകളെ പറ്റി ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് എന്തില്ല? അലാ ഇന്ന ഔലിയാ അല്ലാഹി. കേറി അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം. അല്ലാഹുവിന്റെ ഔലിയാക്കൾ അവർക്ക് എന്തില്ല? ഒരു പേടി അവർക്കില്ല. ഒരു പേടിയില്ല. അപ്പൊ പേടിയില്ലാത്തവരെ തേടണം. അപ്പൊ എനിക്ക് എന്തുണ്ടാവും? നമുക്ക് പേടിയില്ല. അറിയോ? കാരണം അസ്ഹാബുൽ കൗഫായി. അപ്പൊ പേടിയില്ല. എനിക്ക് ഉറങ്ങാം. അതൊക്കെ എത്തിക്കഴിഞ്ഞാൽ അതാണ് പണി. പിന്നെ ഒരു പ്രശ്നമില്ല. ബാക്കി ആര് നോക്കും? ഒരു പറഞ്ഞ പണിച്ചെടുക്കണം. ചിലപ്പോൾ എനിക്ക് പണിയെല്ലാം കൂടും. അതൊക്കെ ഉണ്ടാവും. അത് എത്ര വലിയ മൂല്യൊരു കാര്യമല്ല. അവരുടെ ഉസ്താദ് ഹമ്മാദ് അതെന്നോ ഹമ്മാദിന്റെ ഗുഹയിൽ ഒളിച്ചപ്പോഴാണ് മൊയ്തീൻ ഷേഖ് ഉണ്ടായത്. അതായത് പാറമ പൊട്ടി മുളച്ചല്ല. ഈ മൊഹീദ്ദീൻ ഷേഖിന് ഒരു കൗഫുണ്ട്. അതാരാ? അവരുടെ ഉസ്താദ് ഹമ്മാദ് അതെന്നോവർ. അത് പറഞ്ഞൊക്കെ കേൾക്കണം. ഒരു ചൊൽ മുതലായി 3 കാത്തവർ. ഒരു ഇൽമു ഉസ്താദ് ഷെയ്ഖ് പറഞ്ഞു തരാൻ വേണ്ടി 3 കൊല്ലം കാത്തുത്തരുന്നത്. 3 കൊല്ലാണ് പോയി. ഇന്നത്തെ കാലാണെങ്കിൽ 3 കൊല്ലം ഒന്നും പഠിക്കാതെ ഉത്തരുന്നാൽ ആ കോളേജിനെതിരെ എന്ത് ചെയ്യും? കേസ് കൊടുക്കും. ഒന്നുമില്ല. ഒരു ചൊൽ മുതലായി 3 കാത്തവർ ഒരു ഇൽമു പറഞ്ഞു തരാറുണ്ട്. ആ ഇൽമിന് വേണ്ടി ഉസ്താദ് അവിടെ കാത്തിരുന്നു പറഞ്ഞു. അവിടെ കാത്തിരുന്നു. ഒരു പണിയില്ലാതെ അങ്ങനെ അവിടെ കൂടും. ഉസ്താദ് പിന്നത്തെ കൊല്ലം വന്നു പറഞ്ഞു, ക്ഷമതെന്ന് ചോദിച്ചു. ഉണ്ടായിരുന്നോ? ഞാൻ വരാറ്. പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് വന്നു. പിന്നെ പോയി. പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് വന്നു. 3 കൊല്ലം കാത്തിരുന്നു. എന്തിന്? ഇൽമിന്. പിന്നെ ഇൽമിന്റെ അർത്ഥം പറഞ്ഞു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിന് അർത്ഥം പറഞ്ഞു കൊടുത്തിട്ട് ഇനി ഖുർആൻ നോക്കാൻ പറഞ്ഞു. അപ്പോൾ പഠിച്ച ഖുർആനേ അല്ലത്. അത് പണ്ട് പഠിച്ച ഖുർആനേ അല്ല. ഷെയ്ഖ് പറഞ്ഞ റൂട്ടിൽ എന്ത് നോക്കി? അപ്പോൾ ഉണ്ടായ ആളാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി. അപ്പോൾ ഒരു ഗുഹ അതിൻ്റെ മുകളിലുണ്ട്. നമുക്ക് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ഗുഹയാണെങ്കിൽ ഷെയ്ഖ് അബ്ദുൽ ഖാദിറിനും എന്തുണ്ട്? ഗുഹ ഉണ്ട്. ആ ഗുഹ പോയി എവിടെ എത്തും? റസൂലുള്ളാഹി അത് കർഫിൽ പറയുവാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അവിടെ കയറാതെ നിർഭയത്വം ഉണ്ടാകാനല്ല, ഒന്നും ഉണ്ടാവില്ല.
അവിടെ കയറന്നെ വേണം. അല്ലാതെ ഈ കളി കൊണ്ട് നടക്കൂല. ആ ഔലിയാവിനെ കണ്ടെത്തണം. അവർക്കുള്ള ഗുണം പറഞ്ഞിട്ടുണ്ട്. അവർക്ക് എന്തില്ല? പേടില്ല. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം. അവർക്ക് പേടിയല്ല. അത് തിയറിയാണ്. അത് അപ്പുറത്തെ സുഹൃത്തിനുണ്ട്. ഇത് പ്രാക്ടിക്കലി ഔലിയാക്കളാണ്, മറ്റേ തിയറിയാണ്. ആ തിയറി ഇവിടുത്തെ ഓരോ വലിയനെയും വെച്ച് നോക്കുമ്പോൾ അതിങ്ങനെ അവിടേക്ക് എടുത്തേക്കാം. ദുൽഖർനെ പറ്റി പറഞ്ഞു. ദുൽഖർനെ വലിയ ആളാണ്. എന്തുകൊണ്ട്? അദ്ദേഹം ആരെ കൂട്ടത്തിൽപ്പെട്ട ആളാണ്? ലാ ഖൗഫുൻ അലൈഹിം, പേടിയില്ലാത്ത ആളാണ്. അവർ പേടിയില്ലാത്തവരാകണം. മനസ്സിലായില്ല? അപ്പൊ അവർ പിൻഗാമികൾക്ക് നിങ്ങൾ നല്ലോണം ഇത് ചിന്തിക്കണം. ഗുഹയിൽ കയറുന്നത് എന്തിനാണ്? പേടിയില്ലാതിരിക്കാനാണ്. അതിന് ഗുഹ എവിടെ? ഗുഹ അല്ലാഹുവിന്റെ ഔലിയാക്കളാണ്. എന്തുകൊണ്ട്? ആ ഗുഹകളെ പറ്റി സ്പിരിച്വലി രീതിയിൽ പറഞ്ഞ ആയത്തുണ്ട്. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അപ്പൊ ലോകാവസാനം വന്നാൽ ഡൂംസ്ഡേ ബങ്കറുണ്ടാക്കല്ലേ വേണ്ടത്? എന്ത് ചെയ്യണം? ഔലിയാക്കളെ വേണ്ടിടണം. യഥാർത്ഥ വലിയനെ കണ്ടെത്തണം. ഒരു ആയുസ് മുഴുവൻ കളയേണ്ടി ഒരു വലിയനെ കണ്ടെത്താൻ. കാരണം കള്ള നാണയങ്ങൾ അധികരിച്ച കാലം അത് പണി. അതേസമയത്ത് അവര് ഇവിടെ ഉണ്ടാവും. എന്തുകൊണ്ട്? യത്ലൂ അലൈഹിം ആയാതിഹി വയുസിക്കി തസ്കിയത്തിറക്കണ്ടേ? അത് കണ്ടെത്തണം. പോയിന്റ് നമ്പർ 2 നോക്കി നിങ്ങൾ. അവര് ഇത് അവൽ ഫിത്തിയത്തു ഇലൽ കഹ്ഫി, അവരെ അഭയം തരും എന്ന് വിചാരിച്ച് പോയതാണ്, അല്ലാതെ ഗുഹയെ പരീക്ഷിക്കാൻ പോയതല്ല. അപ്പോൾ ഒരിക്കലും ഗുഹകളെ പരീക്ഷിക്കാൻ പാടില്ല. ഗുഹയിലേക്ക് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഗുഹയിലേക്ക് നോക്കിയാൽ, പരിധിയിട്ട് നോക്കിയാൽ, ഉദാഹരണം കുറേശികൾക്ക് പടച്ചപുരാൻ്റെ റഹ്മത്താണ്. ഓരെങ്ങാനും റസൂൽ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്നാണ് കണ്ണിട്ട് നോക്കിക്കണമെങ്കിൽ ഓരോ കണ്ണട പോകും. എന്നൊക്കെ മനസ്സിലായില്ല? ഔലിയാക്കൾ ആകുന്ന ഗുഹകളെ പരീക്ഷിക്കാൻ നടക്കരുത്. എൻ്റെ ഈ അകത്തിലെ കണ്ണട പോകും. അതാണ് ആർക്ക് പറ്റിയത്? വഹാബികൾക്ക് പറ്റിയത്. വഹാബികൾക്ക് അല്ലാഹു തആല എന്ത് കളഞ്ഞു? എന്തുകൊണ്ട് അവർക്ക് ലൈറ്റ് അടിച്ച് നടക്കുക? എല്ലാ ഗുഹകൾക്കും ലൈറ്റ് അടിക്കുന്ന പണിയാണ് അവർക്ക്. സുന്നികൾ ലൈറ്റ് അടിക്കൂല. സുന്നികൾ കാര്യങ്ങൾ അന്വേഷിക്കും. അള്ളാഹിൻ്റെ ഔലിയാക്കൽപ്പെട്ട ആളാണോ? എന്നാൽ പിന്നെ അവർക്ക് കൈ കൊടുത്ത് അവരെ ബഹുമാനിപ്പിച്ച് മനസ്സിലായി. കൊല്ലത്തിലൊരിക്കലെങ്കിലും ഒന്ന് പോയി കണ്ട് പറഞ്ഞ് മനസ്സിലായോ? ഈ ഗുഹകളുടെ കുറ്റം നോക്കണവരാണ് ആര്? വഹാബികൾ. ആ ഗുഹകളെ കുറ്റം നോക്കാത്തവരാണ് ആര്? സുന്നികൾ. ഇപ്പോഴത്തെ സുന്നികളല്ല, പണ്ടത്തെ സുന്നികൾ. പണ്ടത്തെ നമ്മൾ പറയണ്ടോ? അത് ഇപ്പോഴത്തെ കോഴിയാണോ പണ്ടത്തെ കോഴിയാണോ എന്ന് പറയും പോലെ അങ്ങനെയാണ്. പണ്ട് ഒറ്റ സുന്നിയുള്ളൂ. ഇപ്പോഴത്തെ കുഞ്ഞുണ്ട്, പണ്ടത്തെ സുന്നിയുണ്ട്. പണ്ടത്തെ സുന്നികൾ അവരെ ലൈറ്റ് അടിച്ച് നോക്കൂല. ഇപ്പോഴത്തെ സുന്നികൾ വഹാബികളെ ചങ്ങായിമാരായതുകൊണ്ട് ഇങ്ങോട്ടുണ്ടാവുമല്ലോ. മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം എന്ന് പറഞ്ഞതുപോലെ വഹാബികളെ സ്വഭാവം ഇപ്പം ആർക്ക് വന്നു? സുന്നികൾക്ക്. കാരണം ലൈറ്റ് അടിക്കാൻ നടക്കുന്നവരാണ്. നിങ്ങൾ തല കൊടുത്ത് ചിന്തി. അള്ളാഹ്ക്ക് വേണ്ടി റഹ്മത്തുള്ളാഹി പറഞ്ഞത് നിങ്ങൾക്ക് സ്വീകരിക്കുക, തള്ളിക്കളയാ നിങ്ങളിഷ്ടം. ഔലിയാക്കളെ വെച്ചെടുക്കാൻ നടക്കണ്ട. അത് അതിൻ്റെ അപ്പുറത്തേക്ക് പോവുകയും ചെയ്യരുത്. അവർ അത് നിനക്ക് സ്വാലിഹാണെന്ന് നിനക്ക് പരിചയമുള്ള ആളോട് ചോദിക്കണം. ഒരു പറയാണ് എന്ത് അങ്ങോട്ട് പോകണ്ട, അത് നമ്മൾ വിചാരിച്ച മാതിരിയല്ല, പോവും വേണ്ട, അതല്ല, എന്ത് പറ്റുന്ന ആൾ തന്നെയാണെന്ന് പറഞ്ഞാൽ ഇച്ച് പോവും ചെയ്യണം. ഇത് ആരോട് ചോദിച്ചിട്ട് കാര്യമല്ല, വഹാബിനോട് ചോദിച്ചില്ല. വഹാബി ഔലിയാവിനെ സ്വീകരിക്കാൻ നടക്കണമെന്നല്ല. പിന്നെ അവർക്ക് ഞാൻ പറഞ്ഞില്ലേ, ഒരു ആവറേജ് നോട്ടേ കുറേശ്ശികൾ ആ സൗർ ഗുഹയിലേക്ക് നോക്കിയിട്ടുള്ളൂ. ഒരു ശരിക്കും നോക്കുകയാണെങ്കിൽ ആരെ കാണും? റസൂലുള്ളാഹിനെ കാണല്ല, അവരെ കണ്ണാണ് പോകും ചങ്ങായി. അവരെ കണ്ണു പോകും. കാരണം ആ ഗുഹയിൽ ആരാണുള്ളത്? ഇതിനേക്കാൾ വലിയ അജബല്ലേ. ഇതന്നെ അജബാണെങ്കിൽ അതോ ഔദുബില്ലാ. എടോ, ഈ ഗുഹ അത്ഭുതമാണെങ്കിൽ സൗറന്ന ഗുഹയോ? അതെന്ത് അത്ഭുതം? അത്ഭുതം. അത് അത്ഭുതത്തിൽ പെട്ടാനാ ഖുർആൻ പറഞ്ഞു. ഇത് അതെന്താണ്? അതാണ് അത്ഭുതം. മനസ്സിലായില്ലേ? അസ്ഹാബുൽ കഹ്ഫിന്റെ അടുത്തേക്ക്, ആ ഗുഹന്റെ അടുത്തേക്ക് ഒരാൾ വന്നാൽ പേടിച്ചോടുന്ന അടുത്തായത്ത്, താഴെ ആയത്ത്. മറ്റേക്ക് ഓടാൻ കഴിയൂല. എന്തുകൊണ്ട്? കണ്ണന് പോകും ചങ്ങായി. സൗർ ഗുഹയിലേക്ക് ഒരാൾ ശരിക്കും ഒരു ആവറേജ് നോക്കി, ഇങ്ങനെ നോക്കിയപ്പോ എന്ത് കണ്ടു? ചെലന്തി വല കണ്ടു. പിന്നെ അതിന്റെ അപ്പുറത്ത് നോക്കില്ല. അതിന്റെ അപ്പുറത്ത് നോക്കിയാലോ ഓലൊന്ന് ഇരുന്നാണ്ട് ഇരിക്കുന്നുണ്ട്. നോക്കിക്കണമെങ്കിൽ എന്ത് പോവും? കണ്ണ് പടച്ചോൻ ഒരു വല്ലാതെ നോക്കാത്തത് എന്തുകൊണ്ട്? പടച്ചോനെ ഒരു കണ്ണ് സംരക്ഷിക്കണം. അവർക്ക് താഴത്തിറങ്ങണമെങ്കിൽ എന്ത് വേണ്ടേ? കണ്ണ് വേണ്ടെങ്കിൽ അസ്ഹാബുൽ കഹ്ഫിന്റെ ഗുഹന്റെ അടുത്ത് ഒരാളെന്നാ പേടിച്ചോടുന്നാണ്. എന്നാ അസ്ഹാബുൽ കഹ്ഫിനോ പേടിയില്ല. അവിടെ കിടക്കണവരാരാ?
പേടില്ലാത്തൊരു ഇവിടേക്ക് വന്നു നോക്കിയാലോ അലൈഹിം പാടിക്കണതൊക്കെ അവിടെ ഒരാൾ എത്തി നോക്കിയാൽ എന്താവും? പേടിച്ചോളും. അവിടെ ഉള്ളവരോ പേടില്ലാത്തവര് ഇത് അവൽ ഫിറ്റെത്തു, അത് പേടില്ല, അഭയം തേടി പേടില്ല. മനസ്സിലായില്ലോ പറഞ്ഞത്? ചിന്തിക്കവിടെ. അപ്പൊ ഔലിയാക്കളെ ഗുഹയിലേക്ക് ലൈറ്റ് അടിക്കാൻ നടക്കണ്ട. അത് വലിയാണോ അല്ലെന്ന് സുലഹാക്കളോട് ചോദിക്കണം. അങ്ങനെ വലിയ ഉണ്ട് എന്ന് കേൾക്കുന്നുണ്ട്, എന്താ നിങ്ങളുടെ അഭിപ്രായം? അത് വലിയ തന്നെയാണ്. പഴയ കാലത്ത് ഒരാൾ CM-ന്റെ അടുത്ത് പോകണമെങ്കിൽ 10 ആളോട് ചോദിക്കും, എങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പൊ പൊയ്ക്കോ വലിയ ആൾ തന്നെ പോകും. ആ കയ്യിന്റെ മുന്നിൽ പോയവരൊക്കെ രക്ഷപ്പെട്ടു. ആ കുയിൽ അഭയം തേടിയോ രക്ഷപ്പെട്ടു. അതിന് മുമ്പ് ഇവിടെ അമ്പർസാങ്ങൾ പാപ്പ ഉണ്ടായിരുന്നു, അതിന്റെ ഇടയിൽ ഇവിടെ ബീരാനൽ പാപ്പ ഉണ്ടായിരുന്നു. മനസ്സിലായില്ല? ഇതൊക്കെ ഒരാൾ അറിഞ്ഞാൽ ചോദിക്കും, ഇങ്ങനെ ഒരാൾ ഉണ്ടെന്ന് കേൾക്കുന്നുണ്ടല്ലോ, എന്താ? പൊയ്ക്കോ വലിയ ആളാ പൊയ്ക്കോ. അപ്പൊ അതിന് അഭയം തേടിയവർക്കൊക്കെ എന്ത് കിട്ടി? അമ്മ കിട്ടി. എവിടെയാ അമ്മി? ദുന്യാവിനും അമ്മി ഉറപ്പായിട്ടും കേവ്സല്ലേ. അതിന്റെ അപ്പുറത്തോടെ പാപ്പുണ്ട്, അതിന്റെ അപ്പുറത്തോടെ മഹ്ദൂം ഞങ്ങളുണ്ട്. ഒക്കെ എന്തെന്നെയാണ്? കേവ്സ്. മനസ്സിലായാലും കുട്ടികളെ ചിന്തിക്കണം. അപ്പൊ ഔലിയാക്കളെ പരീക്ഷിക്കാൻ വേണ്ടി അവരടുത്ത് പോകാതിരിക്കലാണ് നല്ലത്. പോയാൽ എൻ്റെ ഈമാനട് പോവും. അവരെ കളിയാക്കാൻ നടക്കരുത്. ചിലർക്ക് പോകാതിരിക്കൽ നല്ലതാണ്. എന്തുകൊണ്ട്? നിനക്ക് ഈമാൻ ഉറപ്പില്ലെങ്കിൽ ഇജ്ജ് പോകരുത്. കാരണം എങ്ങാനും ഇജ്ജ് പരീക്ഷിക്കാൻ ഞാൻ എൻ്റെ കഥ കഴിയും, ശ്രദ്ധിക്കണം എന്ന്. അപ്പൊ പരീക്ഷിക്കാൻ വേണ്ടിയോ മറ്റോ വലിയനെ സമീപിക്കാൻ പാടില്ല. എനിക്ക് രക്ഷപ്പെടണം, ഞാൻ നന്നായിട്ടില്ല എന്നുള്ള ചിന്ത നമുക്കുണ്ടോ അല്ലേ? അതാണ് ഈമാൻ. നീ നന്നാകണം. ഇപ്പൊ നമുക്ക് ഇതുവരെ എന്ത് നടന്നിട്ടില്ല? തെസ്കിയത്ത് നടന്നില്ല. അപ്പൊ എന്ത് നടക്കണം? തെസ്കിയത്ത് നടക്കണം. തെസ്കിയത്തിന് വേണ്ടിയുള്ള ആഗ്രഹം വന്നാൽ തന്നെ ഒന്നാം പടിയായി. നീ ഒരു ചാണ എടുത്താൽ അല്ലാഹു തആല എന്താവും? ഒരു മുഴ എടുക്കും. അപ്പൊ നിനക്ക് തോന്നണം എനിക്ക് തെസ്കിയത്ത് വന്നിട്ടില്ല. നിസ്കരിക്കൽ തെസ്കിയത്തല്ല, നിസ്കരിച്ചവർക്ക് നരകാണ്. തെസ്കിയത്തുള്ളവർക്ക് എന്തില്ല? നിസ്കാരം ഒരു വഴി തന്നെയാണ്, പക്ഷെ അത് ലാസ്റ്റ് വഴിയല്ല. അതിന്റെ അപ്പുറത്ത് വേറെയും പണിയുണ്ട്. മീൻ വാങ്ങിയവനോട് തിന്നാൻ പറ്റൂല, കഴിഞ്ഞ പണി. മനസ്സിലായില്ല? മീനാണ് വാങ്ങി നല്ല എത്ര എന്താ വില എന്ന് വെച്ചു. എന്താ പറയാ നല്ല എന്താ പറയാ കൊണ്ടോട്ടിക്കാരനാ, ഒരാജാതി മീൻ കിട്ടും. അപ്പൊ മത്തി മുള്ളന് പിന്നെ മീൻ ആയിക്കോറ ഷാവുലിന് വേണ്ടി ഞാൻ ആയിക്കോറാൻ സമ്മതിച്ചു. ആയിക്കോറ 800 റുപ്യക്കാണ് വാങ്ങിയാണ്ട് ഞാൻ തിന്നാലോ? ഐക്കോറേണടാ നിസ്കാരം. ഇനി അത് എന്താക്കണം? യുസക്കീം, എന്നങ്ങോട്ട് നന്നാക്കണം, എന്നോട് തോല് വിളിക്കണം. ഈ ഐക്കോറ തിന്നാൻ പറ്റൂല. ഞാൻ ഐക്കോറയ്ക്ക് എന്ത് കയറ്റണം? പലതും അതിന് ഒഴിവാക്കണം, പലതും ഇത് കയറ്റണം, പലതും അതിന് ഒഴിവാക്കണം, പലതും അതിന് കയറ്റണം. അപ്പൊ ഇന്ന് ക്ലാസ് എടുക്കാൻ പോകണപ്പോ എന്റെ പെണ്ണുങ്ങൾ എന്നോട് പറഞ്ഞു, ക്ലാസ്സിന് തിരക്കുന്നതിന് മുമ്പ് ഞാൻ ആരും കുറ്റം പറയരുത് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു, ബ്യൂട്ടി പാർലറിലെ പണിയാണ് എനിക്ക്. ബ്യൂട്ടി പാർലറിൽ 2 പണിയാണ്. ഒന്ന് ഒഴിവാക്കുക, ഒന്ന് തേമ്പി പിടിപ്പിക്കുക. തേമ്പന് മാത്രമേ പറ്റുള്ളെങ്കിൽ അത് ബ്യൂട്ടി പാർലറല്ല. ബ്യൂട്ടി പാർലറിൽ ചെന്നാൽ ആദ്യം എന്റെ മോശപ്പെട്ട ഇതൊക്കെ പഠിച്ചത് ഒഴിവാക്കും. വലിയ പൈസ കൊടുത്തിട്ട് ഐക്കോറിയും മറ്റും വാങ്ങിത്തുന്നുണ്ടായ രോമാണ് പറഞ്ഞ കാര്യമുണ്ട്. പറയട ചെന്നായി. ഇവിടെ ബ്യൂട്ടി പാർലറിൽ ചെന്നാൽ ആദ്യം എന്താ ചെയ്യുക? ആദ്യം പഠിച്ചൊഴിവാക്കോളൂ. മുഖത്തുനിന്ന് പഠിക്കും, ഇവിടുന്ന് പഠിക്കും, അവിടുന്ന് പഠിക്കും, ഒക്കെ പഠിക്കും. എത്ര പഠിച്ചോ അത്രയും നല്ല ബ്യൂട്ടി പാർലർ. അപ്പോൾ എന്ത് പറഞ്ഞു? ഇവിടൊക്കെ പഠിക്കുള്ളൂ, ഒത്തിരി അടിയൊന്നും പഠിക്കൂല. അറുണാചി നിർത്തിക്കളാ, ഞാൻ അപ്പുറത്തെ സ്പായിൽ പോയിക്കോളാം, മറ്റേടത്ത് പോയിക്കോളാൻ അറിയാം. എത്ര ഉള്ളിന്റെ ഉള്ളിലുള്ളത് പഠിച്ചെന്നോ ഓനാണെന്ത് നല്ല ബ്യൂട്ടി. എന്താണ് പറയാ? അവനാണ് ആര്? ഏറ്റവും ഉള്ളിന്റെ ഉള്ളിലുള്ള കളയേണ്ട രോമോ മറ്റോ ഒക്കെ പാലുണ്ണിയും മറ്റേ എന്താ പറയാന് അരിപ്പാറും ഒക്കെ കളഞ്ഞെന്നോ ഇവനാണ് ആര്? ഒറിജിനൽ ബ്യൂട്ടീഷ്യൻ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയാണ് എന്ത് ചെയ്യാ? പിന്നെ ഒരസൽ തുടങ്ങും. പിന്നെ ഒരു പൊടിയിരുത്തിപ്പടം ഇങ്ങനെ ആക്കും. കല്യാണം കഴിക്കുന്ന രാത്രി പുതിയാപ്പള എടുത്ത് പുതിയ ചെന്നാൽ, അതുകൊണ്ടാണ് പുതിയ ഒരു ഇങ്ങനെ ബൊമ്മ നടക്കുമ്പോഴാണ് പുതിയ നടക്കുക. എന്തുകൊണ്ട്? അവർക്ക് തേമ്പി പിടിപ്പിക്കൽ ഇനി എന്താ പറ്റൂല. ആ തേമ്പി പിടിപ്പിച്ചേ പോകരുത്. പുതിയാപ്പളിന്റെ അടുത്ത് എത്തുമ്പോൾ വൃത്തി നല്ല പോകേണ്ടതൊക്കെ പോയിട്ടുണ്ട്, കയറ്റേണ്ടതൊക്കെ കയറ്റിയിട്ടുണ്ട്. എന്നാണ് നമ്മളെ പണി.
അതുകൊണ്ട് കുറ്റം പറയരുതെന്ന് പറയരുത്. ചിലർക്ക് അല്ലാഹു കുറ്റം പറഞ്ഞാലും കൂലി കൊടുക്കുമല്ലോ. ലഅനത്തുല്ലാഹി അലൈഹിനും റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞ കൂലി എന്തിനുണ്ടടാ? പറയടാ. മാത്രല്ലടാ കൂലി ഉള്ളത്, എന്തിനുണ്ട്? ലഅനത്ത് ചെല്ലോണം ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറഞ്ഞാൽ എന്തുണ്ട്? ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞ അതേ കൂലി അബൂജഹൽ ലഅനത്തുല്ലാഹി എന്ന് പറഞ്ഞു കിട്ടും. ചന്ദ്രചന്ദ്രൻ തല കൊടുത്ത് ചിന്തിച്ചോ. മറ്റേ അമ്മായി എന്നാ പറയാ, മറ്റൊരു അമ്മായിയാണ് എല്ലാവർക്കും പറ്റിയെന്നാണ് പറയാ. ഓ മോലിയാരല്ല, ഓം തട്ടിപ്പിന് നടക്കാണ്. എന്താ അങ്ങനെ തന്നെയല്ലേ? തട്ടിപ്പാണത്. ഓന്റെ അടുത്ത് വാതിൽ കെട്ടും ജനൽ കെട്ടിനും കിട്ടണം, പെണ്ണുങ്ങളെ പേറും കൂടി നടക്കണം എന്നാ ഓന്റെ ഉദ്ദേശം. ഞമ്മക്കാണ് ഉദ്ദേശം. ഞങ്ങായി ഒന്നും കയറില്ല, എനിക്കൊന്നും കയറില്ല. എന്റെ റബ്ബാണ്. അത് റബ്ബ് എന്നാ പിന്നെ ഞങ്ങളെ വഴിക്ക് എന്നോട് നമ്മളെ മാമു ഡ്രൈവർ ഉണ്ടായി. അപ്പൊ ഓൻ പറയും എന്നോട്, എന്റെ വല്യാപ്പാന്റെ അടുത്ത് 25,000 വല്യാപ്പ പിന്നെ എന്താ ജക്കാത്ത് കൊടുക്കും. അപ്പൊ ജക്കാത്ത് കൊടുക്കുമ്പോഴൊക്കെ ബക്കാത്ത് വാങ്ങി പോണവരോട് വല്യാപ്പ പറയും, അടുത്തല്ലോ ഇതിനേക്കാൾ തരാൻ ചെയ്ത് ആർക്ക്. അപ്പൊ ഒരു പിരാന്തം ജക്കാത്ത് വാങ്ങിയപ്പോഴും വല്യാപ്പ ഇത് പറഞ്ഞു ഇത് വരക്കണം. അപ്പൊ പറഞ്ഞു, കാക്കേ ഇന്റെ ദ്വയക്ക് ഉത്തരണ്ടെങ്കിൽ ഇത് വാങ്ങാൻ വരേണ്ട ആവശ്യമില്ലല്ലോ, എനിക്ക് പഠിച്ചോനെ ഞാൻ എന്നും പറയുന്നുണ്ട്. എനിക്ക് കിട്ടാത്തോണ്ടാണല്ലോ ഞാൻ ഇങ്ങനെ കണ്ടല്ലേ കാക്ക് എന്നോട് ദ്വാരക്ക് ഏൽപ്പിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞതുപോലെ. അപ്പൊ ചിന്തിക്ക്, തല കൊടുത്ത് ചിന്തിക്ക്, എന്തായി പറയുന്നത് മനസ്സിലാക്കുക. അപ്പൊ ഔലിയാക്കന്മാരെ നിഷേധിക്കരുത്, അവർ ഔലിയ ആണെന്ന് കൃത്യമാക്കണം. എന്നിട്ട് അവർക്ക് ലൈറ്റ് അടിച്ചൊക്കെ നടക്കരുത്. സിഎമ്മിന്റെ കതിറിച്ച് പഠിക്കണ്ട, സിഎമ്മിന്റെ കതിർ പഠിക്കാൻ നിനക്ക് കഴിയൂല. എന്തുകൊണ്ട്? അലാ ഇന്ന ഔലിയാ അല്ലാഹി. സിഎമ്മടാ ഉമ്മത്ത് മുഹമ്മദ് അല്ലേ, മറ്റൊരു മത്തായിന്റെ വിഷയനല്ലേ. എന്റെ വീക്ഷണപ്രകാരം സിഎമാരാ മിൻ ഉമ്മത്ത് മുഹമ്മദ് അല്ലേ. ആ മനുഷ്യന്റെ വലിയാണെങ്കിൽ കഴിവെത്രയായിരിക്കും. അവർക്ക് വേണ്ടി, ആ കിടക്കുന്ന ആളുകൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല സൂര്യനെ മാറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ എടാ സിഎമ്മിന് വേണ്ടി എന്തൊക്കെ അല്ലാഹു മാറ്റും. അതിക്ക് ലൈറ്റ് അടിച്ച് നോക്കാൻ ഇജ്ജ് നടക്കണ്ട, നിനക്ക് അതിനെപ്പറ്റി അറിയില്ലട. ചങ്ങായി എന്തിനാണ് അവർ ലൈറ്റ് അടിച്ച് നോക്കുന്നത്? ഇപ്പൊ മൂല്യന്മാർക്ക് പണി വരെ ഇതാണ്, ഔലിയാക്കന്മാർക്ക് ലൈറ്റ് അടിച്ച് നോക്കുക. എത്ര ഉണ്ട് മൂല്യം? ഓലീന്റെ കതിർ എന്താ എനിക്ക് എന്താ അറിയൂല, എനിക്കറിയൂല. മനസ്സിലായില്ലേ? ഇവിടെ എന്താ പറയാ, കാഷസ്കളെ മുഹമ്മദിൽ വന്നാലും എന്താ ആ മനുഷ്യന്റെ കഴിവ് പുറത്തെടുക്കൂലല്ലോ. ആ കഴിവ് അയാൾ ഇങ്ങനെയല്ലേ പുറത്തെടുക്കുള്ളൂ. അതിന്റെ സന്ദർഭം വരണ്ടേ. 40 കൊല്ലം ചില്ലറിയ കൊല്ലമൊക്കെ കഴിഞ്ഞപ്പോഴേ റസൂലുള്ള ചന്ദ്രനെ പുലർത്തുന്ന കഴിവ് പുറത്തെടുത്തത്. ഈ കഴിവ് അല്ലാഹു തആല അള്ളാന്റെ ഹബീബിനെ കൊടുത്തല്ലേ. മനസ്സിലായി പറഞ്ഞത്? അങ്ങനെ എന്റെ സൂര്യനെ പുലർത്താൻ ഓലെന്ത് പറഞ്ഞില്ല? അതന്നെ അർത്ഥം വെക്ക്. സൂര്യനെ പുലർത്തലൊന്നും നബിക്ക് നടക്കൂല, ചന്ദ്രനൊക്കെ. ഇത് കാഫിറല്ലേ എങ്ങനെ പറഞ്ഞ? ഓല് അന്തങ്ങമ്മിയാൾ എന്ത് പറഞ്ഞില്ല? സൂര്യനെ പുലർത്തൽ. ഇപ്പൊ ഉദാഹരണം പറയാ, ഇബ്രാഹിം നബി പിന്നെ നമ്രൂദിനോട് പറഞ്ഞു, അല്ലാഹു തആല കിഴക്കുന്ന സൂര്യനെ പടിഞ്ഞാറ് കൊണ്ടുവന്നു, ഇജ്ജ് വേണമെങ്കിൽ ഒന്ന് ഇജ്ജ് അങ്ങനെ റബ്ബാണെങ്കിൽ ഒന്ന് പടിഞ്ഞാറത്തെ സൂര്യനൊന്ന് കേക്കോട്ട് ഉണ്ടാന്ന് പറഞ്ഞപ്പോ നമ്രൂദിന് എന്ത് തോന്നിയില്ല. അപ്പൊ ഇജ്ജിപ്പോ പഠിച്ചോണ്ട് ആളെ നജ്ജൊന്ന് കൊണ്ടുവരണല്ലോ. കൊണ്ടുവരെന്ന് പറഞ്ഞാൽ എന്താവും? കൊണ്ടുവരും ഞങ്ങൾ എന്ത് സൂര്യൻ ഇങ്ങനെ വരും. ഇതാരാണ്? ഇത് അള്ളാന്റെ ആളാ. അവർക്ക് നടക്കാത്തൊരു കാര്യം ഇല്ലടെ ചങ്ങായി. ഇതിനാണ് അഖീദത്ത് അഹ്ലു സുന്നത്ത് വൽ ജമാഅ. അപ്പൊ എന്താണ്? അവരെ പരീക്ഷിക്കാൻ നടക്കരുത് എന്ന് അവൽ അഭയം തേടണം. എന്നാൽ ഞാൻ അവയിൽ അഭയം തേടിയാലും നമുക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവൂലേ? ഉണ്ടാവും, ഉണ്ടാകണം. ഒരാൾ വലിയ കൈ പിടിച്ചു, അതോടുകൂടെ തന്നെ എല്ലാ പ്രശ്നം തീരൂല. ഇനിയൊരു പ്രശ്നം ഉണ്ടാവണം. എന്നാലും എന്ത് പ്രശ്നങ്ങൾ പരിഹരിക്കാവുന്ന ഒരു കയ്യിലോന് എത്തിയിട്ടുണ്ട്. ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവും. റസൂലുള്ളാഹിനെ അഭയം തേടിയ ആളാ സിദ്ദീഖ്. ആ സിദ്ദീഖ് റളിയല്ലാഹുവിനെ പറ്റി തൗബയിൽ ഒരു ആയത്തുണ്ടല്ലോ. തൗബയിൽ 40-ാമത്തെ ആയത്തെടുക്ക്. തൗബയിൽ 40-ാമത്തെ ആയത്ത്. തൗബയിൽ 40-ാമത്തെ ആയത്തെടുക്ക്. തൗബയിൽ 40. പ്രശ്നം ഉണ്ടാവും, പ്രശ്നം ഉണ്ടാവുമല്ലോ. നബിയിൽ അഭയം തേടിയാലും പ്രത്യക്ഷ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതുണ്ടാകൽ ഇലാഹിയ ഹിക്മത്തിന്റെ ഭാഗമാണ്. തൗബ ഉണ്ടോ? 40-ാമത്തെ ആയത്തെടുക്ക്. തൗബയിൽ 40-ാമത്തെ ആയത്ത്. തൗബയിൽ 40-ാമത്തെ ആയത്ത് എന്താ? ഇല്ലാ തൻസുറു ഫഖദ് നസറഹു അല്ലാഹു ഇദ് അഖ്റജഹു അല്ലദീന കഫറു സാനിയ ഇസ്നൈനി. രണ്ടാളവിടെ ഇദ്ഹുമാ ഫിൽ ഗാർ. ആ രണ്ടാൾ ഗുഹയിൽ കയറി. ആരാ രണ്ട്?
ഒന്ന് ഹബീബായ നബി, രണ്ട് സിദ്ദീഖുൽ അക്ബർ. പിന്നെ ഇത് യഖൂലു സാഹിബിഹി, ആ ഗുഹയിലുള്ള ആള് എന്ന മുത്തുനബി തന്റെ ചങ്ങാതിയോട് പറയാണ്, ലാ തഹ്സൻ, നീ വിഷമിക്കേണ്ട, ഇന്നല്ലാഹ മഅന. അപ്പോ അവിടെ വിഷമുണ്ടല്ലോ ആർക്ക്? സിദ്ദീഖ് റളിയല്ലാഹു എന്തുണ്ട്? വിഷമുണ്ട്. നീ വിഷമിക്കണ്ടെന്ന് നബി പറഞ്ഞു. ആ പ്രശ്നം പരിഹരിച്ചു. അപ്പൊ നബിയാകുന്ന കഹ്ഫിൽ ആണ് ആര്? സിദ്ദീഖ്. എന്നാലും വിഷമം കൊണ്ട് അല്ലാഹു പരീക്ഷിക്കും. നബിന്റെ പിന്നെ എന്റെ ഒപ്പം കൂടിയോടുകൂടെ എല്ലാ വിഷമം തീർന്ന് ചന്ദ്രഹാസം ഇളക്കി അങ്ങനെ ചിരിച്ചിടക്കാണോ സിദ്ദീഖ്? സിദ്ദീഖിനോട് പറയേണ്ടി വന്നു റസൂലുള്ളാഹിക്ക്. എന്ത് പറയേണ്ടി വന്നു? ലാ തഹ്സൻ, നീ വിഷമിക്കരുത് കേട്ടോ, നീ ദുഃഖിക്കരുത് കേട്ടോ എന്ന് പറയേണ്ടി വന്നു. അപ്പൊ അവിടെ സിദ്ദീഖിന് എന്ത് വന്നിട്ടുണ്ട്? വിഷമം, ദുഃഖം വന്നിട്ടുണ്ട്. അപ്പൊ ഔലിയാക്കളെ കയ്യിൽ നമ്മൾ കയറിയാലും അള്ളാന്റെ പരീക്ഷണമാവുന്ന എന്ത് വരും? വിഷമം വരും, പരീക്ഷണങ്ങളൊക്കെ വരും. പക്ഷെ അതിനൊരു പരിഹാരം ഉണ്ടാക്കുന്ന ഒരാളുണ്ട്. അതിനൊരു ടൈം ഉണ്ട്. ആ ടൈം കഴിഞ്ഞാൽ എന്ത് മനസ്സിലായില്ല, പാമ്പ് അടിച്ചു കൊടുത്ത് എന്ത് അവിടെ ഉമിനീര് പറ്റി പ്രശ്നം പരിഹരിച്ചു. എന്ത് മനുഷ്യനാണ് സിദ്ദീഖ്! എന്താണ് ഈ പാമ്പിനൊക്കെ ബെരൽ വെച്ച് കൊടുക്കുന്നത്? ഇജ് ഏതായാലും നീ മെഡിക്കൽ കോളേജിൽ പോയിക്കോ, അറിയില്ല. നീ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്ര ദൂരം, എങ്ങനെ മെഡിക്കൽ കോളേജിൽ പോകാനൊക്കെ സിദ്ദീഖിന് ആര് പറയില്ല. അതേസമയത്ത് ആ പാമ്പ് കടിക്കുമ്പോഴോ അതുപോലത്തെ വിഷമം എന്താണോ ഇവിടെ ഖുർആൻ ഉദ്ദേശിച്ചത്, ആ വിഷമം ഉണ്ടാകേണ്ട സമയത്ത് വിഷമം ഉണ്ടാകണം. കഹ്ഫുൽ വറയിൽ അഭയം തേടിയാലും ദുന്യവിയായ പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാകണം. അത് ഇലാഹി ഹിക്മത്തിന്റെ ഭാഗമല്ലേ, ഉണ്ടാകണം. പക്ഷേ ഒരു ആത്യന്തിക പരിഹാരമാണ് ഇവിടെ ആര്? ഹബീബായ റസൂലുള്ളാഹ്. അത് ആൾക്ക് പരിഹരിക്കാനും കഴിയും. പരിഹരിക്കാൻ കഴിയും. ആർക്കും കഴിയും. ഔലിയാക്ക് പരിഹരിക്കാൻ കഴിയും. ആർക്കും ആരെ വിഷയം പരിഹരിക്കാൻ കഴിയും. ഞാൻ താരീഖിനെ വായിച്ചപ്പോൾ അബ്ദുൽ ദഹ്ലവിയോ മറ്റോ അങ്ങനെ ആരോ ആണ് വലിയ ഡൽഹിയിലെ ഒരു മഹാനായ കഴിഞ്ഞ ഒരു വലിയ ആ വലിയ അടുത്ത് ഒരു സ്ത്രീ വന്നിട്ട് പറയാണ്, എന്ത് ഞാൻ കള്ള് ഷാപ്പ് ഉണ്ടാക്കിയിട്ട്, ഒരു ഹിന്ദു സ്ത്രീ വന്ന് പറയാണ്, എന്ത് കള്ള് ഷാപ്പ് ഉണ്ടാക്കി ആരും കയറണില്ല, കള്ളൊക്കെ കിട്ടുപോവാണ്, എനിക്ക് എൻ്റെ മുതലൊക്കെ പോയിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ മാനവർകൾ എന്തിനും പരിഹാരം ഉണ്ടാക്കി തരണം. അപ്പോൾ ആയിക്കോട്ടെ, അവർക്ക് റഹീമുൽ ഖൽബാണ്. ഔലിയാക്കന്മാരൊക്കെ റഹീമുൽ ഖൽബായിരിക്കും. അവർക്ക് ഈ വിഷമം ഒരു വിഷമം തന്നെയാണ്. ഇവർ കള്ളുടിയിലേക്കലും കള്ള് ഷാപ്പ് ഉണ്ടാക്കാനോ അത് ഈമാനും ദീനൊന്നും ഇല്ലാത്ത സ്ത്രീയല്ലേ. പക്ഷെ എന്നാലും ഇവർക്കൊരു പരിഹാരം പറഞ്ഞു കൊടുക്കും. അപ്പോൾ പിന്നെ ഇതിൽ എഴുതി കൊടുത്തു, ഒരു എഴുതി കൊടുത്തു, എന്തോന്ന് എഴുതിയാണ്ട് ഇങ്ങനെ എഴുതിയിട്ട് ചുരുട്ടി മടക്കിയിട്ട് ഈ സ്ത്രീയുടെ കൈ വെച്ച് കൊടുത്തു. കള്ള് ഷാപ്പിൽ കള്ള് കുടിയന്മാർ വരും, കച്ചവടമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ തിരിച്ചേരണം കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ സ്ത്രീ പോയി. അങ്ങനെ 2-3 മാസം കഴിഞ്ഞിട്ട് ഈ സ്ത്രീ തിരിച്ചു വന്നിട്ട് കുറച്ച് മുട്ടായിയും കൊണ്ടുവന്നു, ഈ എഴുത്തും കൊണ്ടുവന്ന്. അപ്പോൾ മുട്ടായി കൊണ്ടുവന്ന പള്ളിയിൽ നിന്ന് കുട്ടികൾക്ക് ദർശ നടത്താം. അവർ ഈ വലിയ മാനവർകൾ ദഹ്ലവി തങ്ങൾ. അപ്പോൾ ഏതായാലും അവരോട് എന്ത് പറയുന്നു, ആ തിണ്ടുമ്പോൾ തന്നെ വെച്ചാൽ മുട്ടായി ആ എഴുത്തിന് വാങ്ങിയിട്ട് അവരിയ്ക്കുന്ന ആ മുസല്ലൻ്റെ അവിടെ വെച്ചു ഒന്ന് മൂത്രിക്കാൻ പോയി. ആ സ്ത്രീ പോവുകയും ചെയ്തു. കച്ചവടക്കായി ആയിക്കോട്ടെ എന്നാൽ പോയിക്കോറും. അവരാവശ്യത്തിനാണ് കള്ള് ഷാപ്പിൽ കച്ചവടം കിട്ടുക എന്നുള്ളതാണ്. അപ്പം അത് പോയി. അവനെ ഈ എഴുത്ത് ഇവിടെ വെച്ച് വാങ്ങി എഴുത്ത് തിരിച്ചും കിട്ടി. പിന്നെ ഇവർ മൂത്രിക്കാൻ പോയപ്പോൾ ശിഷ്യന്മാരിൽ ചില ബളവന്മാർ എന്ത് എഴുത്തും തുറന്നു നോക്കി. ഇപ്പം എന്താണ്, दिल्ली का आजू बाजू में शराब पीने वाले ये गरीब आदमी का दुकान के आके आप लोग शराब पियो. ഇതാണ് ഇതിലുള്ളത്. മനസ്സിലായില്ല? ഡൽഹിയിലും പരിസരത്തൊക്കെ ഉള്ള കള്ളുടിയന്മാര് നിങ്ങൾ ഈ പീടിയിൽ വന്നിട്ട് ഈ സാധുവിനെ സഹായിക്കുന്നതാണ് എന്തിനുള്ളത്. അതാണ് അത്രയിലുള്ളത്. അതാണ് എന്താ അതിന്റെ കർത്തങ്ങൾ. ഇത് വലിയ എഴുത്തളെ കൊണ്ടുവച്ചാൽ ആര് വരും? വരുമല്ലോ. दिल्ली का आजू बाजू में शराब पीने वाले आप लोग ये गरीब आदमी का दुकान पे आके शराब पियो. അതാണ് ഇതിലുള്ളത്. ഡൽഹിയിലും പരിസരത്തൊക്കെ ഉള്ള കള്ളുടിയന്മാരെ നിങ്ങൾ ഇവിടെ വരി, ഈ സാധനം ഏതായാലും ഇപ്പൊ നിങ്ങളുണ്ടാവും, കള്ളുടിക്കുമല്ലോ. അപ്പൊ ഇങ്ങക്കൊരു ഉപകാരമാട്ടെ ഈ പാവത്തിന്. ഇതിന്റെ മുതലൊക്കെ പോയത്ര അച്ചോടായിക്കോട്ടെ. ഏതായാലും നിങ്ങൾ വൈകുന്നേരം ആയാല് കള്ളുടിക്കുമല്ലോ. അതായത് അല്ലാതെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ല. ഔലിയ പാപ്പയെ എഴുതിയെ കുറിച്ചാൽ മതി. എങ്ങായി ഒരാൾ പറഞ്ഞു, ഷിഹാബ് തങ്ങളെ അടുത്ത് വന്നപ്പോൾ പിന്നെ എഴുത്ത് ഒന്ന് പെരി കൊണ്ടേക്കാൻ വേണ്ടി പറഞ്ഞു. പിന്നീട് കുറേ കാലം അപ്പോൾ കറണ്ട് ബില്ലിൻ്റെ ഒരു സൈഡാണത്. കറണ്ട് ബില്ലിൻ്റെ സൈഡ് മതിയാണ് അവർക്ക്. കറണ്ട് ബില്ലിൻ്റെ സൈഡിലാണ് എന്തോ എഴുതി കൊടുത്തിട്ടുള്ളത്. അത് മതിയും. അത് കറണ്ട് ബില്ലാണോ ഫോൺ ബില്ലാന്നൊന്നും അറിയില്ല. വലിയൊരു അക്ഷരം എഴുതിയാൽ അത് മതിയിടൂ. ഇതേപോലെ മതി.
അതൊക്കെയാണ് എൻ്റെ വേണ്ട. ഓരോ പരീക്ഷയ്ക്ക് നടക്കരുത്. അവരെയാണ് അന്ന് നമുക്ക് തരാൻ പറ്റിയ ആളുകൾ തന്നെയാണ് അത്. അപ്പൊ ഞാനീ പറഞ്ഞത് ഔലിയാക്കളിൽ അഭയം തേടിയത് കൊണ്ട് നമ്മളെ എല്ലാ പ്രശ്നം തീർന്നു എന്ന് നമ്മൾ വിചാരിക്കണ്ട. എന്നാ പ്രശ്നം തീർന്നിട്ടുണ്ട്. പക്ഷെ പ്രശ്നങ്ങൾ നമുക്ക് ഇടക്കാലത്തൊക്കെ ഉണ്ടായിക്കൊണ്ട് നിങ്ങൾക്ക് പോയി തൊരിക്കത്തൊക്കെ ഉണ്ടായിട്ട് നിങ്ങൾക്ക് കടവും ബുദ്ധിമുട്ട് ഉണ്ടാകൂടൂ. നമ്മൾ എത്ര ഇറങ്ങണോ അത്രയും നമുക്ക് പ്രയാസം ഉണ്ടാവും. അയ്യുനാസ്യാശുദ്ധ ബലാൻ, ലോകത്തെ ഏറ്റവും ആരെയാണ് അള്ളാഹ് പരീക്ഷിച്ചത്? അല്ല അമ്പിയാക്കളെ. അള്ളാഹിന്റെ സ്വന്തം ആളല്ലേ ഇവർ. എന്നിട്ട് ഏറ്റവും കഷ്ടപ്പെടുണ്ടായത് അവർക്ക് ഉണ്ടാകണം. അള്ളാഹിന്റെ ആളാ, എനിക്കിഞ്ഞ് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അവർക്ക് എന്ത് പോലെ നോക്കുമ്പോൾ അങ്ങനെ മരത്തുമത്ത് ഇങ്ങോട്ട് വരിക, മറ്റേ പക്ഷികളൊക്കെ ഇങ്ങോട്ട് വരിക, ഇങ്ങോട്ട് തിന്നുക, ഭയങ്കര എങ്ങനെയാണോ സ്വർഗത്തിൽ വിചാരിച്ചാൽ എന്ത് വിചാരിച്ച പക്ഷി അപ്പം തന്നെ പൊരിച്ചിട്ട് പോൻ്റെ മുന്നിൽ കണ്ട് ചാടും. അങ്ങനെയാണ് അമ്പിയാക്കൾ മര്യാദക്ക് കഞ്ഞി കുടിക്കൂല പരിയിൽ. എന്നാ പോലെ ആരാളാണ്? അള്ളാന്റെ ആളാണ്. അതാണ് എൻ്റെ അർത്ഥം. എത്ര സാലിയാണോ അത്രയും പരീക്ഷ ഉണ്ടാവും. അതെ പ്രയാസം ഉണ്ടാവും, ഒരു പട്ടി പ്രയാസം സ്വാഭാവികം. അപ്പൊ ഇതാണ് ഇത് ഔലിയ. എന്നാൽ ആത്യന്തികമായി എനിക്ക് ഉറപ്പുണ്ടാവും എന്ത് എന്റെ പ്രശ്നം അല്ലാഹു തആല പരിഹരിക്കും. ഇത് വലിയിലാണ് മുങ്ങിയിട്ടുണ്ട് എങ്കിൽ എന്റെ പ്രശ്നം അല്ലാഹു പരിഹരിക്കും. മരിക്കണ അന്ന് മയ്യത്തെടുക്കുമ്പോഴെങ്കിലും എന്റെ കടല് തീർത്തിരും. ഇൻഷാ അല്ലാഹ്. അത്രയല്ലേ ആവശ്യമുള്ളൂ. മുങ്കറിനൊക്കെ എത്തിയപ്പോഴത്തേന് കടക്കാർക്ക് പൈസ കിട്ടി. അതെങ്ങനെ അജിച്ച് എഞ്ചിനീയർ ആയി കൊടുക്കണ്ട, അത് ആര് നടത്തും? കാരണം അള്ളാന്റെ വലിയന്റെ കയ്യിൽ ജപം തേടിയിട്ടുണ്ടെങ്കിൽ നിന്റെ കാര്യം അള്ളാഹ് നടത്തിത്തരും. അതിനൊക്കെ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും, എല്ലാ പ്രയാസം ഉണ്ടാവും, പല പ്രയാസം ഉണ്ടാവും. നമ്മൾ വിചാരിച്ചത് നടക്കൂല, ബുദ്ധിമുട്ടാത്ത ഇത് എത്രയോ നമ്മൾ കഷ്ടപ്പെടുന്ന കൂടുതൽ ആയത്തും അതീതൊക്കെ ഓതുന്ന അന്നായിരിക്കും നമ്മളെ ജോലി പോകുക. അതൊരു പരീക്ഷണമാണ്. എന്നാ നീ യാസീൻ ഓതുന്നില്ല എന്ന് അതിൻ്റെ അർത്ഥം. ബദരീങ്ങൾക്ക് യാസീനെ ദിവസം 3 യാസീൻ ഓതി പോയാൽ അതോടുകൂടി എൻ്റെ ജോലി പോയി. അത് അള്ളാന്റെ ഒരു പരീക്ഷണമാണ്. എന്നാ നീ ഈ ഏർപ്പാട് ചിലപ്പോൾ ആ യാസീനോത്ത് നിർത്തിയാൽ എന്താവും ചെയ്യും? ജോലി തിരിച്ചും കിട്ടി. അപ്പൊ എനിക്ക് സമാധാനമായി. എന്ത് ഇനിയിപ്പോൾ അതിന് പോണ്ട. എന്താണ് അത്? കളയേണ്ട സാധനമാണ് അത്. പടച്ചോന്റെ തടിമെന്ന കളയാണ്. ഞാൻ നന്നാക്കാൻ തീരുമാനിക്കാണ്. മനസ്സിലാണ് പറഞ്ഞത്. അങ്ങനെ പരീക്ഷണങ്ങൾ അവസാനം വിജയിക്കും. പക്ഷേ പരീക്ഷണങ്ങൾ ഉണ്ടാവും, ആത്യന്തികമായി എനിക്ക് വിജയമുണ്ടാവും, പരിഹാരമുണ്ട്, പേടിക്കണ്ട. മനസ്സിലാണ്ട് പറഞ്ഞത്? ചിന്തിക്കണം. ഇനി നമ്മൾ പഠിക്കേണ്ടത് ഇത് അവൽ ഫിത്തിയത്തു. ഇത് ഇന്ന് ഞാൻ വെക്കുന്ന ഒരു മീനിങ് എന്താണ്? സ്പിരിച്വൽ മീനിങ്. അൽ ഫിത്തിയത്തു, ഫത എന്നതിൻ്റെ ബഹുവചനമാണ് എന്ത്? ഫിത്തിയത്ത്. ഫത എന്നതിൻ്റെ ബഹുവചനമാണ് ഫിത്തിയത്ത്. ഇവിടെ 2 അർത്ഥം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒന്ന്, ഔലിയാക്കളെ തേടേണ്ടത് യൗവന കാലത്താണ്. ഈ കഹ്ഫിൽ നമ്മൾ അഭയം തേടേണ്ടത് എന്നാണ്? ഒന്ന്, കാലത്തിന്റെ യൗവനം നിലനിൽക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ പ്രത്യേകിച്ചും. അതായത് ലോകങ്ങൾ അവസാനിക്കാനാട്ടെ അപ്പം നമുക്ക് നോക്കാം, അങ്ങനെയല്ല. ഒരു സുരക്ഷിതത്വം നിലനിൽക്കുന്ന സമയത്ത് നമ്മൾ ആരെ കണ്ടെത്തണം? കഹ്ഫിനെ കണ്ടെത്തണം. ഒന്ന്. ഇനി നിന്റെ യൗവന കാലത്താണ് ഒരാൾ ആരെ തേടേണ്ടത്? തന്തമായി സ്വാഭാവികമായും വലിയ തേടൽ സ്വാഭാവികതയാണ്. ഞാൻ പല ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞത് തണ്ടാർക്കുള്ള ക്ലാസ് അല്ല. അവർക്ക് ഇബ്രത്തിന് ഈ ക്ലാസ്സിന്റെ ആവശ്യമില്ല. ഓർക്ക് അവരെ താടി മുടി മതിയല്ലേ നന്നാകാൻ പറയും മനുഷ്യന്മാരെ. എനിക്ക് താടി മുടി പോലെ നന്നാകാൻ കുട്ടി, ഈ നരച്ചാടി പോലെ എനിക്ക് നന്നാകാൻ. ഈ നരച്ചാടി ഞാൻ നന്നായിട്ടില്ലെങ്കിൽ പിന്നെ എന്ത് നന്നാകും? പിന്നെ നന്നാകുക. എനിക്ക് നന്നാകാൻ ഒരു കിതാബ് ഓതേണ്ട ആവശ്യമില്ല. എനിക്ക് ഒരു വലിയനെ തേടാൻ എന്റെ മുടി നരച്ചാൽ ഇനിയിപ്പോ പഴയ പോക്ക് പോകൂല. ഇതിന് അടിയിറങ്ങാനായി മേശറയിൽ കൈയൊടിക്കാൻ ആള് വേണം. കൈയൊടിക്കാൻ ആളുണ്ടാവും. ഒരിക്കൽ 2 കൈ നബി പിടിച്ചു കയറി. ഞാൻ ഇങ്ങനെ മേശയിൽ വരിക, അതായത് എന്റെ കൈയിൻ്റെ ഉള്ളിൽ 2 ആളുണ്ടാവും. ആര്? എന്റെ ഒരു ഭാഗത്ത് അബൂബക്കർ ഉണ്ടാവും, ഒരു ഭാഗത്ത് ഞങ്ങൾ 3 ആൾ മേശറിൽ ഇങ്ങനെ വരിക. സിദ്ദീഖിനോ? നബിന്റെ കയ്യിൽ ഇവർ 2 ആളുണ്ട്. സിദ്ദീഖിന്റെ കയ്യിൽ വേറെ 10 ആളുണ്ടാവും. അപ്പത്താളെ കയ്യിൽ വേറെ 100 ആളുണ്ടാവും. ഇപ്പുറത്തുണ്ടാവും, പുറത്തുണ്ടാവും. അപ്പൊ അവസാനത്തെ ആൾക്കും ഒരാളെ കൈ ഉണ്ടാവും. ഇവരൊക്കെ ആരെ കൈ തന്നെ? സുലൈമാൻ. മനസ്സിലായോ? അന്തഗമ്യേ, ഇതാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഞാനും സിദ്ദീഖും ഇങ്ങനെ വരിക. അപ്പൊ എനിക്ക് 2 ആളുണ്ട്. ആര്? എനിക്ക് ഞാൻ ഡയറക്റ്റ് എന്റെ കൈ പിടിച്ചത് ആരാ? ഹക്കറാൻ ഉപയോഗിച്ചു. ഇൻഷാ അല്ലാഹ് എന്റെ കയ്യിൽ സിദ്ദീഖ് ഉമറുണ്ട്.
അവരെ കയ്യിൽ വേറെ അവരെ കയ്യിൽ വേറെ ഉണ്ടാവും ഇലായോമിൽ ഖിയാമണ്ടാവും. ഈ കൈ മുഴുവനും കൗഫുൽ വറന്റെ കയ്യിലാണ്. അപ്പൊ മഹ്ശറിൽ കൈ കൊടുക്കാൻ ആളുമാണ്. ഇതാണ് റഹ്ബത്ത് ഭാഷയുടെ സുവർ മിന സ്വഹാബി മിൻ ഹയാത്തി സ്വഹാബ. ഇതിന്റെ തുടക്കത്തിൽ ഭാഷ ഞാൻ പറയുന്നത് 20-ാം നൂറ്റാണ്ടിലെ പണ്ഡിതനാണ്. അദ്ദേഹം അതിമനോഹരമായ കിതാബാണ്. ഈ കിതാബിൽ അദ്ദേഹം പറയുന്നത്, പടച്ചോനെ എനിക്ക് നീ ഒരാളെ തരണം, അതിനാണ് ഞാനിത് എഴുതി ഉണ്ടാക്കിയത്. ഞാൻ ഈ കിതാബ് എഴുതി ഉണ്ടാക്കണത് സ്വഹാബികളെ ചരിത്രമാണ്. ഇത് എഴുതിയത് ഞാൻ ഈ സ്വഹാബികളെ എനിക്ക് ഇഷ്ടമാണ്. അസ്തഖൽ ഹുബ്ബി, സത്യമായ സ്നേഹമാണ്. വഅമഖു, ആഴമുള്ള സ്നേഹമാണ്. ഫഅബ്നി യൗമൽ ഫസാഇൽ അക്ബരി, എന്നെ നീ ഏൽപ്പിക്കണം. യൗമൽ ഫസാഇൽ അക്ബരി, ഭയാനകമായ ദിവസം. ലിഅയ്മിനും, അവരുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാളെ കൈക്ക് ഏൽപ്പിക്കണം. അതിനാണ് ഞാൻ കിതാബ് എഴുതിയത്. മനസ്സിലായില്ല. 20-ാം നൂറ്റാണ്ടിൽ ലോകം കണ്ട സിറിയക്കാരനായ പണ്ഡിതനാണ് ആര്? അബ്ദുറഹ്മാൻ റഫ്അത്ത് ഭാഷ. അവരെ ഈ കിതാബിന്റെ തുടക്കം തന്നെ എന്താണെന്ന് അറിയോ? ഞാൻ ഈ കിതാബ് എഴുതിയത് എന്തിനു വേണ്ടിയിട്ടാണ്? എനിക്ക് ഇഷ്ടമാണ് ആരെ? സ്വഹാബികളെ. എന്തിനാണ് ഞാൻ ഇഷ്ടപ്പെട്ടത്? വഹാബിന് നീ എന്നെ കൊടുക്കണം. ലി അയ്യിമിൻഹും, അവരിൽ ഏതെങ്കിലും ആളെ കൈക്കിനെ കൊടുക്കണം. ഒരാൾ സിറാത്ത് പാലം കൊടുക്കും കിടക്കുമ്പോൾ ഒരു സ്വഹാബിന്റെ കൈ പിടിക്കണം. അതെങ്ങനെ? അവരിലേക്ക് ചേർന്നവരിലേക്ക് ചേർന്നാൽ മതി. എന്നാ അത് ആരെ കയ്യിലാണ്? സ്വഹാബിന്റെ കയ്യിൽ. അപ്പൊ ആരെ കയ്യിലാണ്? മനസ്സിലായി. ഇതാണ് ദീന് കുട്ടി. നമ്മൾ ആ കയ്യിലുണ്ട് ഒതുങ്ങണം, കഹ്ഫുൽ വറയിൽ ഒതുങ്ങണം. ആ കഹ്ഫുൽ വറയാണ് ആര്? ഹബീബ് റസൂലുള്ളാഹ്. അപ്പൊ അതിലേക്ക് ചേർന്ന ഏതെങ്കിലും ഒരു കയ്യിലേക്ക് ചേർന്നാലും നമ്മൾ ആരിലേക്ക് ചേർന്നു? സുലൈഹിലേക്ക് ചേർന്നു. അപ്പൊ അത് തന്നെ ഇപ്പൊ മനസ്സിലായില്ലേ? ചിന്തിക്കണം. അപ്പൊ ഇത് അവൽ ഫിത്തിയത്തു, യുവാക്കളാകുമ്പോൾ തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്? പറക്കുട്ടി അഭയം തേടേണ്ടത് യുവാക്കളാകുമ്പോൾ അഭയം തേടണം. 1. 2, ഇതിന് ഞാൻ ഹദീസും പറഞ്ഞുതരാം. വശാബുൻ നശഅ ഫീ ഇബാദത്തില്ല, ഒരു വൃദ്ധൻ അള്ളാഹുവിലേക്ക് പോകുന്നതും ഒരു യുവാവ് അള്ളാഹുവിലേക്ക് പോകുന്ന നോക്കിയാൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം ആരെയാണ്? യുവാവിനെയാണ്. കാരണം ഓൻ കുതിര വിട്ട് നടക്കുന്ന സമയമാണത്. അങ്ങനെയാണ്. അതെന്നെ ഇപ്പം നിങ്ങൾ പല ഒരു ബാല്യക്കാർ ഉദാഹരണം, എനിക്ക് എൻ്റെ അനുഭവം അറിയാം. ഞങ്ങളെ ഷെയ്ഖല്ല, പക്ഷെ ഉസ്താദാണ്. അപ്പം ഞാനിപ്പോൾ ഈ അൻവർ, ഞാനൊരു ചിലപ്പോൾ എൻ്റെ ഡ്രൈവർക്ക് ഉസ്താദിനെ തിരക്കോ മറ്റോ എന്തെങ്കിലും ആണെങ്കിൽ വേഗം അൻവർ ഏജ് എവിടെയുള്ളത്, എനിക്ക് ക്ലാസ്സിന് പോകാൻ വണ്ടിയില്ല. അപ്പോഴത്തേന് ഓരോ നിർത്തി വെച്ച് പാഞ്ഞു വരും. അങ്ങനെ ഒരാളാണ് ഞാൻ. അങ്ങനെ 10 ആൾ വേറെ ഉണ്ടാവും, ചിലപ്പോൾ 25 ഉണ്ടാവും. മനസ്സിലായി? അപ്പം അതൊരു നന്മയാണ്. ഞാനും ഓനും തമ്മിൽ ഒരു ബന്ധമില്ല. എന്താണ് ബന്ധം? ദീന്. ഓന്നെ ദീനിന് വേണ്ടി തിരഞ്ഞെടുത്തതാണ്. ഞാൻ കള്ളനായാലും ഓൻ്റെ കുറ്റമല്ല, കള്ളനാവും നോക്കലോ ഓൻ്റെ ഉത്തരവാദിത്തമാണ്. പറഞ്ഞത് മനസ്സിലായില്ല? ഇവിടെ ഇപ്പം ഞാനും ഇവനും തമ്മിൽ ഒരു ബന്ധമില്ലല്ലോ. എന്താണ് ബന്ധം? ദീന്. അപ്പൊ ഓൻ്റെ എണ്ണ അടിച്ചിട്ട് എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ട് ധൃതിയിൽ തിരിച്ചോടും. അപ്പൊ ഓൻ ധൃതിയിൽ ഓടി വരികയാണ്. ഓൻ്റെ എണ്ണ അടിച്ച് എന്നെ കൊണ്ടുവരികയാണ്. മനസ്സിലായല്ലോ? ഇതന്നെ ഇങ്ങനത്തെ ഇതൊരു ഉസ്താദാണ്. ഇതിന്റെ അപ്പുറത്താണ് വലിയ. അപ്പൊ ഈ വലിയും ഈ മുരീദും തമ്മിൽ ഒരു ബന്ധമില്ല. ആര് മാത്രമാണ് അതിൻ്റെ ഇടയിൽ ബന്ധം? അല്ലാഹു. അപ്പൊ ഇത് യുവാക്കള്. ഇതിപ്പോ ഓന്റെ ബാപ്പാനോട് പറഞ്ഞാൽ നടന്നോളുന്നില്ല. ഓന്റെ ബാപ്പാനെ നട്ടപ്പതൊക്കെ വിരി നന്നാ നടന്നോളുന്നില്ല. വരാൻ ആ മനുഷ്യൻ നമ്മുടെ കയ്യിലപ്പോ ഷമീർ, ഉദാഹരണം പറയാം. ഷമീർ എന്ത് കാര്യത്തിനും വന്ന് പറയും, എന്ത് കാര്യം പറയാൻ ചെയ്തു തരും. അപ്പൊ അതേ സമയത്ത് ഓൻ്റെ വയസ്സായ വാപ്പുണ്ട്. ആ വാപ്പനോട് എനിക്ക് പറഞ്ഞിട്ട് നടക്കൂല. അപ്പൊ നിങ്ങൾ ഒരു ഉസ്താദാണ്. ഉസ്താദ് ഇത് ഒരു ഉപമയല്ല കേട്ടോ. ഞാൻ ഉദാഹരണം പറഞ്ഞ ഇത് ഉപമയല്ല. ഇത് എനിക്ക് ഉപകാരം ചെയ്യാൻ വേണ്ടി പറയല്ല കേട്ടോ കുട്ടികളെ. അങ്ങനെയല്ല. നിങ്ങളൊരു വലിയനെ കണ്ടെത്തണം. അത് യൗവന കാലത്ത് കണ്ടെത്തിയാൽ ഒരുപാട് സേവനം നിങ്ങൾക്ക് അവിടെ ചെയ്തു കൊടുക്കാൻ കഴിയും. അപ്പൊ അള്ളാഹ് നിങ്ങളോട് ഇഷ്ടമുണ്ടാവും. ഇമാമുന ആദിലുൻ. 2, 7 ആൾക്ക് അർശിന്റെ തണൽ. 1, നീതിമാനായ ഭരണാധികാരി. 2, യൗവന കാലത്ത് അള്ളാഹു തആലക്ക് വേണ്ടി പണിയെടുത്തോണ്. അപ്പൊ നമ്മൾ ഔലിയാക്കളെ തേടേണ്ടത് ഏത് കാലത്താണ്? യൗവനകാലം, ആരോഗ്യമുള്ള കാലത്ത്. അതിന് വലിയ വിലയുണ്ട്. 1, 2 അലിഫുലിൽ ഇസ്തിഗ്റാഖ്. അലിഫുലാം ഇസ്തിഗ്റാഖിൻ്റെതാ. അലിഫുലാം ഇസ്തിഗ്റാഖിൻ്റെതാവുമ്പോൾ എല്ലാ യുവാക്കളും എന്നർത്ഥം വരും. അപ്പോൾ ഏത് യുവാവിനും ബാധ്യതയുണ്ട് ആരെ തേടൽ. അതായത് അവൻ മുസ്ലിമോ ഹിന്ദു എന്ന് കണക്ക് അവിടെ ഉണ്ടാവില്ല.
ഔലിയാക്കൾ ഈ യുവാക്കളെ മതം മാറ്റിക്കൊള്ളണം എന്നുമില്ല, പക്ഷേ സാൽവേഷൻ കിട്ടാൻ സാധ്യതയുണ്ട്, മോക്ഷം അതിൻ്റെ കൂടെ അല്ല. ഞാൻ വളരെ ബൃഹത്തായ ഈ അൽഫിത്തിയ എന്ന അലിഫ്ലാമിന് ഏത് യുവാക്കളും എന്നും അർത്ഥം ഈ സ്പിരിച്വൽ മീനിങ്ങിൽ കൊടുക്കാം. അതായത് ഇപ്പോൾ ഉദാഹരണം, കോണ്ടുനായർ മരിച്ചത് കൊന്നുനായരായിട്ട് തന്നെ, പക്ഷെ അഭയം തേടിയിട്ടുണ്ട് ആരടുത്ത്? മമ്പർത്ത് തങ്ങളെ ഗുഹയിൽ ഒളിച്ച ആളാണ് ആര്? മരിച്ചപ്പോഴും ആരെന്നെയാണ്? കൊണ്ടുനായര. ഇനി ബാക്കി ഇജ്ജ് വ്യാഖ്യാനിക്കണ്ട, ഇജ്ജ് വ്യാഖ്യാനിച്ചാലും ആവൂല അതിൻ്റെ കാര്യം കിടക്കുന്നത്. ഏതായാലും മമ്പർത്ത് തങ്ങൾ പാപ്പാൻ്റെ വലിയ സഹായിയാണല്ലോ ആര്? കൊണ്ടുനായർ. എന്നോ കൂടിയതാണ് ഇതിൽ. ഒരു മഹാനായ വലിയനെ കുറിച്ച് ഒരാൾ എന്നോട്, മലബാർ കഴിഞ്ഞ ഒരു വലിയനെ കുറിച്ച് ഒരാൾ എന്നോട് പറഞ്ഞു, അയാളടുത്ത് പുലാമന്തോള് ഭാഗത്ത് നിന്ന് ഒരു ഹിന്ദു വരാറുണ്ടായിരുന്നു അത്രേ, ഒരു വലിയ. അപ്പോൾ ഈ ഹിന്ദു അന്ന് സംസാരിക്കും, അവർ തമ്മിൽ സംസാരിച്ചിരിക്കും, അങ്ങനെ പലതും അങ്ങനെ കഴിഞ്ഞ് അങ്ങനെ ഈ മനുഷ്യൻ മരിച്ചു. ആ ഹിന്ദുവായ സഹോദരൻ മരിച്ചപ്പോൾ ആ വലിയ ജീവിച്ചിരിക്കുന്ന കാലത്താണ് ഈ മരിച്ചത്. അപ്പോൾ കുടുംബം വന്നിട്ട് ഈ വലിയനോട് ചോദിച്ചു, എന്ത് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം, അപ്പോൾ എന്താണ് അവസ്ഥ ഞങ്ങൾക്കറിയില്ല, അതുകൊണ്ട് ഞങ്ങൾ മറവ് ചെയ്യാണോ വേണ്ടത്, അതല്ല ഞങ്ങൾ ആചാരപ്രകാരം കത്തിക്കാണോ വേണ്ടത് എന്ന് വെച്ചു വലിയനോട്. അപ്പോൾ ഈ വലിയ പറഞ്ഞു, എന്ത് അത് നിങ്ങളെ സൗകര്യം പോലെ ചെയ്തു, അവൻ്റെ റൂഹ് ഞാൻ ഇല്ലീഗലിൽ എത്തിച്ചിട്ടുണ്ട്. ഇത് കളവ് പറയാത്തൊരു നാവിനോട് പറഞ്ഞതാണ്, ഇത് കളവ് പറയാൻ സാധ്യതയില്ലാത്തൊരു നാവിനോട് പറഞ്ഞു, പലവട്ടം പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായി? ഈ ആൾ മരിച്ചത് എന്തായിട്ട് തന്നെയാണ്? എന്തുമായിട്ട് തന്നെ മരിച്ചു, ഹിന്ദുവായിട്ട് തന്നെ മരിച്ചു. ആ കുടുംബക്കാർ വന്നു, നിങ്ങളെ ആചാരപ്രകാരം മണ്ണിൽ മറവ് ചെയ്യാണോ വേണ്ടത്, അതല്ല ഞങ്ങൾക്ക് ജയിപ്പിക്കണം എന്നൊക്കെ കുടുംബത്തിലെ കാരണം ഒരാൾ ജയിപ്പിക്കണോ, എന്താ വേണ്ടത്? അപ്പോൾ പറഞ്ഞു, അത് നിങ്ങളെ സൗകര്യം പോലെ ചെയ്തോളി, ഓൻ്റെ തടിയല്ലേ നിങ്ങൾക്ക് വേണ്ടത്, അത് നിങ്ങൾ സൗകര്യം പോലെ ചെയ്താളി, റൂഹ് ഞാൻ ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ച മഹാന്മാര് ചെന്നെത്തുന്ന സ്ഥലമാണ് എന്ത്? ഇല്ലീന്. കോന്തുനായ ഇല്ലീനില്ലാന്ന് എങ്ങനെ പറയാ? അതും ഔലിയാക്കളെ ഹിക്മത്തിന്റെ വാക്കായിരിക്കും. കൊന്നുനായരായതുകൊണ്ട് ഇല്ലീനെത്തിക്കാൻ പണിയും ആർക്കറിയും? അതല്ലേ അല്ലാഹുനാലെയും ഒരിക്കലും പേടിയില്ല. എന്റെ കാര്യം ഞാൻ നോക്കിക്കോ, ചിലപ്പോൾ അത് പറഞ്ഞിട്ടുണ്ടാവും, എന്റെ കാര്യം ഞാൻ നോക്കിക്കോളൂ ചോദിച്ചാറാണ്ട്. എന്ത് അങ്ങനെയില്ല? അങ്ങനെ ഉണ്ട്. അതൊക്കെ വലിയ ആഴുണ്ട്. അപ്പൊ അത് ഇന്നത്തെ ഈ അവസാന കാലത്ത് അള്ളാഹു ഇഷ്ടപ്പെട്ട വലിയ ആളുകളെ തേടൽ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും ബാധ്യതയാണ്. കാരണം എന്നാൽ അവർക്ക് രക്ഷ അവരുണ്ടാക്കി കൊടുക്കും. അതിന്റെ അപ്പുറത്തേക്ക് നിന്റെ കിതാബ് ആവൂല അവരെ കിതാബ് നിന്റെ കിതാബ് രണ്ടായിരിക്കും. നിന്റെ കിതാബ് അനുസരിച്ച് കൊന്നവനെ കൊല്ലുണ്ട് അല്ല, അപ്പൊ ആദ്യം കൊല്ലേണ്ടത് ഖിദ്റിനബിനല്ലേ? അല്ലടാ, എന്റെ കിതാബ് ഇജിപ്പോ ഫത്തുൽ മീൻ എന്റെ ഫത്തുൽ മീൻ അനുസരിച്ച് ആരെ കൊല്ലണം? കൊന്നവനെ കൊല്ലണ്ടേ? അതും കാരണല്ലാതല്ലേ കൊന്നത്. എന്റെ കിതാബ് അല്ലടാ ഔലിയാക്കളുടെ കിതാബ്, അന്തപ്പെട്ടോനെ. എന്റെ കിതാബ് ഔലിയാക്കളുടെ കിതാബ് രണ്ടാണ്. നിന്റെ കിതാബ് അനുസരിച്ച് കൊല്ലേണ്ട ആളാണ് ആര്? ഖിദ്ർ നബി. ഖതൽത നഫ്സൻ സകിയതൻ ബിഗൈരി നഫ്സിൻ, ഒരു അർഹതയില്ലാതെ നിങ്ങളെ സാധുവിനെ കൊന്നില്ലേ ആര് പറയുന്നുണ്ട്? ഖതൽത നഫ്സൻ, നിങ്ങൾ കൊന്നില്ലേ? നഫ്സൻ ബിഗൈരി നഫ്സിൻ സകിയതൻ, പരിശുദ്ധനായ കുട്ടി. എന്ത് പറഞ്ഞു മൂസാ നബി? എന്ത് പറഞ്ഞു മൂസാ നബി? എന്ത് പറഞ്ഞു? ഒരു പിഞ്ചു ബാലൻ ഒരു ആക്ഷൻ ഹൗസിനൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ മൂസാ നബിനെ പ്രസിഡന്റ് ആക്കാം. കുട്ടിനെ കൊന്നവർക്കെതിരെ ഒരു ആക്ഷൻ കൗൺസിൽ ഉണ്ടാക്കുകയാണെങ്കിൽ പ്രസിഡന്റ് ആക്കേണ്ട ആളാണ് ആര്? മൂസാ നബി. ഇവിടെ കുറ്റവാളി ആരാ? ഖിദ്ർ. സാധാരണ കുട്ടിയല്ലടോ, സാധാരണ കുട്ടിയെ കൊല്ലാൻ പറ്റുമോ? ഇത് ഏത് കുട്ടിയാണ്? ഖതൽത നഫ്സൻ സകിയതൻ, അതിപരിശുദ്ധനായ ഒരു കുട്ടിയെ നിങ്ങൾ കൊന്നില്ല. ഒരാളുമില്ല. ആരും ഭയപ്പെടേണ്ട വെറുക്കേണ്ട പണിയല്ല നിങ്ങൾ എടുത്തേക്ക് ആക്കാം. ആരോട് ചോദിക്കാണ്? മനസ്സിലായില്ലേ? അവസാനം ഇതൾ പറഞ്ഞപ്പോ മൂസാ നബിയാണ് കാര്യം. ഇനി ഭർത്താനോ പറയണ്ട, നമ്മൾ തമ്മിൽ പിരിയ വണ്ടി വിട്ടു. അപ്പൊ മൂസാ നബിക്ക് വരെ ഔലിയാക്കൾ ചെയ്ത് തിരിയില്ലെങ്കിൽ പിന്നെ എനക്ക് തിരിയോ? അന്തങ്ങമ്മിയെ എന്റെ കിതാബ് നോക്കിയിട്ട് എങ്ങനെയാണ് ഔലിയാക്കളെ വ്യാഖ്യാനിക്കണം? ഇതൊക്കെ പഠിക്കാൻ വേണ്ടി ലോകാവസാനത്തിൽ ഇവിടെ പല ബാഹ്യരായ ആളുകളും ഔലിയാക്കന്മാർക്കെതിരെ സംസാരിക്കുമ്പോൾ അവർക്ക് കണ്ണ് തുറക്കാൻ വേണ്ടിയുള്ള സൂറത്താണ് ഏത്? ഇപ്പൊ ഔലിയാക്കന്മാർക്കെതിരെ സംസാരിക്കുന്ന ഏറ്റവും വലിയ വിഭാഗം സുന്നി മൂല്യന്മാരാണ്.
അവർക്ക് അള്ളാഹു കണ്ണ് തുറക്കാൻ വേണ്ടി കൊടുത്ത സൂറത്താണ് എന്ത്? അത് നിന്റെ പത്തുൽ മോനിന് നേരെ എതിരും ആര് ചെയ്യാം? അവരെ ശരീഅത്തിൽ വേറെ ഇരിക്കും. അതാ ശരീഅത്ത്. ഞങ്ങൾ സൂര്യനെ മാറ്റി ഔലിയാക്കന്മാർക്ക് വേണ്ടി മാറ്റി നടത്തിയ പഠിച്ചോ എൻ്റെ വേറെ ശരീഅത്തിന് കൊടുത്തൂടെ? എൻ്റെ വയ്യും അവരെ വയ്യും രണ്ടായിരിക്കടോ എന്നും. എന്നെ ഹൈദരലി ശിഹാബ് തങ്ങളെയും ദുബായിൽ ഒരു പരിപാടി കുറിച്ച് ഞങ്ങൾ പരിപാടിക്ക് പോവുക. അപ്പോൾ എന്നോട് ഞാൻ തലേന്ന് തങ്ങളെ പോയി കണ്ടിട്ടുണ്ട്. അപ്പോൾ തങ്ങൾ ഞാൻ പറഞ്ഞു തങ്ങളെ പിന്നെ എന്താണ് പിന്നെ നമ്മൾ രണ്ടാളും ഇന്നാലിൻ്റെ ഫ്ലൈറ്റാണ്. അതന്നെ എനിക്കും ഫ്ലൈറ്റ് ടിക്കറ്റ് ഒരാഴ്ച തന്നിട്ട് അങ്ങനെ രണ്ടാളും ഫ്ലൈറ്റിൽ പോകുക. ഞാൻ തലേന്ന് പോയി കണ്ടിട്ടുണ്ട്. അപ്പോൾ എത്ര മണിക്ക് നമുക്ക് പോകാം, അവിടെ പോയി അവരുണ്ടാവും, ഒരു ഇന്നലെയും വിളിച്ചു നോക്കാം തങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ പറഞ്ഞ സമയത്ത് എയർപോർട്ടിലെത്തി. തങ്ങളെ കാണാനില്ല. കുറേ നേരമൊക്കെ ഇരുന്നിട്ട് ഞാൻ പിന്നെ ബോർഡിംഗ് പാസ് എടുത്തു. 2 കൽപ്പിച്ച് ബോർഡിംഗ് പാസ് എടുത്ത് മേലെ കയറി കുത്തിരുന്നു. ഒരുപാട് നേരം കുത്തിരുന്നിട്ടും ആരില്ല, ഞങ്ങളില്ല. അപ്പോൾ ബേജാറായി. കാരണം ഞാൻ ഒറ്റയ്ക്ക് എന്നാൽ ഓല് തിരിച്ച് നാട്ടുമുടി അറിയുമ്പോൾ പോയി കാക്കാൻ ഞങ്ങളില്ല. എന്തിനാണ് ഒന്നും മാനക്കേട്. ഓല് ബൊക്ക കൊണ്ടുവരുന്ന എനിക്കതറിഞ്ഞില്ല. ബൊക്ക വണ്ടി വിട്ടുവെന്ന് പറയാം. എനിക്ക് പേടി. അങ്ങനെ ഏതായാലും അവസാനം ഒരു എല്ലാവരും ഫ്ലൈറ്റ് കയറിയിട്ട് ഫ്ലൈറ്റ് ലാസ്റ്റ് വരെ കയറാനും പിന്നെ നിർബന്ധ ഘട്ടത്തിൽ അങ്ങനെയല്ലേ ഞാനും കയറി. ഞാൻ കയറി ചെന്ന് നോക്കുമ്പോൾ എന്താ സംഭവം എന്നറിയോ? ആ VIP ലോഞ്ചിൽ പത്രം വൈക്ക് തങ്ങൾ കുത്തിട്ട് എൻ്റെ വൈക്ക് തങ്ങൾ പോയി തന്നെയല്ല. അപ്പം ഔലിയാക്കളെ ലോഞ്ചും എൻ്റെ ലോഞ്ചും ഒന്നാവൂല പൊട്ട. ലോഞ്ച് തന്നെ വേറെ, അത് ശരിയാത്ത വേറെ ആയിരിക്കും. ഈ ജൈന് കാച്ചാനും അരിക്കാനും നടക്കണ്ട. അതിന് മാത്രം ജില്ല ഇജി മൂത്രം തീട്ടം കഴിക്കണ 2 കൊല്ലത്ത് 3 കൊല്ലത്ത് പറഞ്ഞായിരുന്നു. അത്ര എനിക്ക് കയ്യുള്ളൂ. ഇജി ഔലിയാക്കന്മാർക്ക് എന്താ പഠിപ്പിക്കണ്ട. അത് വേറെ കൂട്ടരാണ്. അവർക്ക് ശരിയത്തും കണക്കാണ്. അത് വേറെ ശരിയത്താവും. അല്ലെങ്കിൽ മൂസാ നബിക്ക് ഒരു ശരിയത്ത് വേറെ ഉണ്ടായിട്ടില്ലെങ്കിൽ ഖിദർ നബിക്ക് വേറെ ശരിയത്ത് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഇതെങ്ങനെ കൊല്ലുക? എങ്ങനെ ഇത് കൊല്ലുക? മൂസാ നബിന്റെ ശരിയത്താണ് ഖിദർ നബിന്റെ ശരിയത്താണെങ്കിൽ കൊല്ലാൻ പറ്റും. ആ കുട്ടികൾ ഇവരെ പന്ത് എറിഞ്ഞിട്ട് ഇപ്പൊ കണ്ണട പോയി നോക്കാം. അപ്പൊ മൂസാ നബിക്ക് ദേഷ്യം കൊടിക്കും ഖിദർ നബിയെ ഒരു തല്ലെങ്കിൽ കൊടുക്കുന്ന അത് വേണ്ടടാ, അത് പടച്ചോന്റെ അടുത്ത് കുറ്റം കിട്ടും എന്നല്ലേ പറയണ്ടേ? മൂസാ നബിന്റെ ശരീഅത്ത് അനുസരിച്ച് ഖിദർ നബി ആണെങ്കിൽ ഇവര് രണ്ടാളും നടന്നു പോയപ്പോ ഒരു പന്ത് എറിഞ്ഞാണ്ട് ഇവിടെ കണ്ണട പൊട്ടിച്ചു നോക്കുക. അപ്പം മൂസാ നബി എന്താ പറയണ്ടേ? ഖിദർ നബി നിങ്ങൾ ഇതിനെ വെറുതെ വിടരുത്, ഇത് ആജാതി കുട്ടികളാണ്, കോട്ടിക്കണ കണ്ണട പടക്ക് ഒന്ന് കൊടുക്കാനാണ് പറയണ്ട്. അപ്പൊ മൂസാ നബി എന്താ പറയണ്ട്? ഖിദർ നബി എന്താ പറയണ്ട്? സാധുവാണ്, പടച്ചോന്റെ അടുത്ത് കുറ്റം കിട്ടൂലേ നമ്മക്ക് എന്നല്ലേ പറയണ്ട്. ഇത് മൂസാ നബി അലൈഹിസ്സലാം നോക്കി നിൽക്കുമ്പോൾ ഒരൊറ്റ പൊരുത്തം അടിക്കണമെങ്കിൽ നിലത്ത് ഓന്റെ കഥ കഴിഞ്ഞു കൊന്നു. ആരെ? അപ്പൊ അതിനൊരു ശരിയത്ത് ഉണ്ടാവുമല്ലോ. അള്ളാഹിന്റെ നിയമമില്ലാത്തൊരു വ്യക്തി ഇല്ലല്ലോ. ഇവിടെ മൂസാ നബി ഖിദർ നബിന്റെ ശരിയത്തും മൂസാ നബി ശരിയത്തും രണ്ടാണ്. ഒരേ ജമാന് ഒരേ വ്യക്തി. ഈ ശരിയത്ത് ലോകത്ത് ആർക്കൂടെ ഉണ്ടാവില്ല. വേറെ വേറെ ആർക്കും പുറത്തെടുക്കാത്താണ്. പിന്നെ ഇപ്പാണ് പറഞ്ഞു കൊടുത്തപ്പോഴാണ് തിരിഞ്ഞത്. മനസ്സിലാണ്ട് പറഞ്ഞാൽ ചിന്തിക്കണം. ഇതൊക്കെ നമ്മൾ വളരെ ചിന്തിക്കണം. അപ്പൊ ഏത് വിഭാഗത്തിൽപ്പെട്ടോയും നന്നാക്കാൻ ആർക്ക് കഴിയും? അത് ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും ഈ ഔലിയാക്കളെ അഭയം തേടണം. ഔലിയാക്കളെ അഭയം തേടിയവർക്കൊക്കെ അതിന്റെ ഗുണം ഉണ്ടായിട്ടുണ്ട്. കോന്നുനായർക്ക് അതിന്റെ ഗുണം ഉണ്ടാവും. മനസ്സിലാണ്ട് പറഞ്ഞത്. ഇനി അതിന് ഉറൂസും മറ്റൊന്നും കഴിക്കണം എന്നല്ല പറഞ്ഞത്. കോന്നുനായവർക്കൊരു ഗുണം ഉണ്ടാവും. കാരണം ഇവിടെ സേവനം ചെയ്തത് ആർക്കാണ്? മനസ്സിലായില്ലേ? ചോയി ഉപകാരം ചെയ്തു. ആർക്ക്? ചോയിനറിയില്ലേ? ആർക്ക് ഉപകാരം ചെയ്തു? ഉമർ ഖാലിക്ക്. പഠിച്ചോ, മനസ്സിലായില്ലേ? ഉമർ ഖാലിക്ക് ഉപകാരം ചെയ്ത ആളാണ് ഹിന്ദുവായ ആര്? ഈ ചോയി ഈജിപ്ത് എത്താത്തതിന്റെ അപ്പുറത്തെത്തിയിട്ടുണ്ടാവും. അന്ന സ്ഥാനത്തിനേക്കാൾ വലിയ സ്ഥാനത്തായിരിക്കും ചോയി ഉണ്ടാവുക. അതിനൊക്കെ ആർക്ക് കഴിയും? അള്ളാന്റെ ഔലിയാക്കന്മാർക്ക് കഴിയും. ഒരിക്കലും നടക്കാത്തത് അത് കാച്ചാനൊരു സെഞ്ചി നടക്കും വേണ്ട. അപ്പൊ ഞാൻ പറയുന്നത് ഇത് ജാതി മത ഭേദമന്യേ നമ്മൾ ഡൂംസ്ഡേ ബങ്കേഴ്സ് ഉണ്ടാക്കേണ്ട ബങ്കറുകൾ ആരാണ്? ഇത്തരം അധ്യാത്മജ്ഞാനികളായ മഹാപുരുഷന്മാരെ കണ്ടെത്തേണ്ടത് എല്ലാ മതത്തിൽപ്പെട്ട ജനങ്ങൾക്കും ബാധ്യതയാണ് എന്ന് എല്ലാവർക്കും ബാധ്യതയാണ്. കണ്ടെത്തുക തന്നെ വേണം. അവര് ഉദാഹരണം അവരെ ഒക്കെ ഉദാഹരണമാണ്. അതൊക്കെ ഉദാഹരണമാണ്. ഒന്ന്. അപ്പൊ ഇന്ന് ചില ആളുകൾ പറയും, എത്രത്തോളം എന്ന് പറഞ്ഞാൽ ചില മുസ്ലിംമാർ പറയും പഠിക്കണ കാലത്തൊന്നും ഔലിയാക്കന്മാരായിട്ട് ബന്ധം വേണ്ട. അതൊക്കെ തെറ്റാണ്. പഠിക്കുന്ന ഇന്നൊക്കെ പ്രത്യേകിച്ചും. കാരണം എപ്പോഴാണ് ഇതൊക്കെ നാശാവുക, അട്ടിമറിയാൻ നമുക്ക് അറിയില്ല. അപ്പം നമ്മൾ പഠിക്കുന്ന കുട്ടികൾ ഒരു കാര്യം മനസ്സിലാക്കാവുന്ന കുട്ടികളാണെങ്കിലും അവർ വലിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഔറാദുകളൊക്കെ കൊണ്ട് നടക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ്.